ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോ കാണിക്കാൻ പോകുന്നത് ഞങ്ങളിവിടെ ചീര കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോസ് ചെയ്തായിരുന്നു. എല്ലാവരും ഒക്കെ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം കുറച്ച് ചീര മമ്മി ഇങ്ങനെ നടുന്ന കുറച്ച് കാഴ്ചകളും നമ്മൾ ഇന്ന് വെണ്ടയ്ക്ക പറിക്കുന്നു, വെണ്ടയ്ക്കല്ല നമ്മുടെ വഴുതന വിള ആയിട്ടുണ്ട്. അപ്പോൾ അത് പറിക്കുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അമ്മ ഇന്ന് പ്രത്യേക രീതിയിലാണ് ഈ ചീര നടാൻ പോകുന്നത്. എല്ലായിടത്തും കുഴിയൊക്കെ ചെറുതായിട്ട് കുഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം ബാക്കിയുള്ള ചീരയ്ക്കെല്ലാം വെള്ളം ഒഴിച്ചു. ചീരയ്ക്കെല്ലാം വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. അപ്പം ഏകദേശം ഈ ചീരയൊക്കെ വളം നല്ലതായി. നമ്മൾ ഒരു വട്ടം ചീരയൊക്കെ മുറിച്ച് കൊടുത്തു. പക്ഷേ എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ബാക്കിയൊക്കെ കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ചീരയൊക്കെ വിളവെടുപ്പ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. മമ്മി ചീര നടുന്നത് നമുക്ക് കാണാം. രണ്ട് ചീര വെച്ചാണ് മമ്മി നടുന്നത്. ചീരത്തൈ. ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നമ്മുടെ ഇവിടെ ചീര നട്ടേക്കുന്നത് വെട്ടിലൊക്കെ നശിപ്പിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ മുമ്പേ നേരത്തെ ചീര നട്ടിരുന്നതായിരുന്നു. പക്ഷേ എന്തോ ചെയ്യാനാ, പിന്നെയും ചീരയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ആ ഭാഗങ്ങളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ നടാമെന്ന്. അങ്ങനെ മമ്മി നട്ടുകൊണ്ടിരിക്കുകയാണ് ചീരയൊക്കെ. നമ്മളവിടെ ചീരത്തായി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ വേറെ ഒരാൾക്ക് കൊടുക്കാനും കൂടിയാണ്. എത്ര എണ്ണം വെച്ചമ്മ നടന്നേ? 2 എണ്ണം അല്ലയോ? ഇവിടെ ഫുള്ള് നടന്നുണ്ടോ? ഇത് ഇടയ്ക്കൊക്കെ നടന്നുണ്ടോ? നീ ഇതും വെട്ടിലെടുത്ത് നശിപ്പിക്കുക, വെട്ടിക്കളയോ? ഒത്തിരി വെട്ട ഇവിടെ ചീര നട്ടതാ ഈ ഭാഗത്ത് തന്നെ, എത്രയോ തൈകൾ. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം വെള്ളം കോരാൻ വരുമ്പോഴത്തേ അതിൻ്റെ മണ്ട കാണത്തില്ല, ഒടിഞ്ഞു കിടക്കുന്ന കാണാം. മമ്മി പറയുന്നു അത് വെട്ടിക്കളയുന്നതാണെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. നമ്മളിപ്പം ഇത്രയും ചീരത്തൈമാണ് ഇവിടെ നട്ടത്. എന്നിട്ട് നമ്മുടെ ബാക്കി കൃഷിയുടെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് മുമ്പേ നിൽക്കുന്ന ചീരയൊക്കെയാണ് ഈ പൂത്ത് നിൽക്കുന്നത്. ഇതിവിടെ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന ചീരത്തൈയുണ്ട്. അത് അത്രയ്ക്ക് നല്ലതല്ല, പെട്ടെന്ന് പൂത്ത് പോവും. അതൊക്കെയാണ് ഭയങ്കരമായി പൂത്തിങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ പൂത്തൊക്കെ നിൽക്കുന്നത് അതൊക്കെയാണ്. നമ്മളല്ലാതെ പുറത്തുനിന്ന് വാങ്ങിച്ച ചീര വിത്തുകൾ വാങ്ങിച്ചു, അത് തൈയാക്കി എടുത്തതാണ്. പിന്നെ ഇത് അതിന് ശേഷം മമ്മി അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചീര അരി നമ്മൾ കൊണ്ടുവന്ന് വിത്താക്കി നട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി നമുക്കിപ്പോൾ വേറെ കുറച്ച് പച്ചച്ചീര ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ഒരെണ്ണം ഇപ്പം നല്ല രീതിയിലായി. ആദ്യം ഒന്ന് നമ്മൾ കറിവൊക്കെ എടുത്തതാ. പിന്നെ അതിൻ്റെ അടി വെട്ടിയപ്പോഴത്തേക്ക് ശക്തിയായിട്ട് കയറി വരുന്നുണ്ട്. ബാക്കി ചീരകളൊക്കെ ഇങ്ങനെയൊക്കെ വെള്ളം ഒഴിച്ചു അമ്മി. നമ്മൾ രാവിലെയും വൈകിട്ടും വന്ന് വെള്ളം ഒഴിക്കും. അപ്പോൾ ആ പൊടിച്ചീര ഇങ്ങനെ ഈ ചീരത്തൈകൾ നടുമ്പം നമ്മൾ രാവിലെയും വൈകിട്ടും വന്ന് വെള്ളം കോരണം. പിന്നെ ഈ നിൽക്കുന്ന ഈ വലിയ ചീരകളെ പോലെയൊക്കെ ആകുമ്പം ഒരു നേരം വെള്ളം കഴിച്ചാൽ മതി. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അതുകൊണ്ട് ഇവിടെയും ഇപ്പം നമ്മൾ നല്ല കുഴപ്പമില്ലാതെ ചീരയൊക്കെ വളർന്നു വരുന്നുണ്ട്. തൈകളൊക്കെ അങ്ങനെ ആണ് ഇവിടെ. അതുകൊണ്ട് ഇവിടെയും പിന്നെ ഇതുപോലെ നമ്മൾ തൈകൾ നട്ടിട്ടുണ്ട്, ചീരത്തൈകൾ. പിന്നെ ഇവിടെ നിന്നാണ് കുറേ ചീരകൾ പറിച്ച് നട്ടത്. ഇനിയും ഇവിടെ ചീരത്തൈകൾ നിൽപ്പുണ്ട്. ഇനിയും ഇവിടെയൊക്കെ മാറ്റി നടണം. അതുപോലെ തന്നെ നമ്മുടെ പയറിനകത്ത് പയർ പിടിച്ചു.
ഇപ്പോൾ വന്നപ്പോഴാണ് ഇത് കണ്ടത്. മമ്മി ഓർത്ത് നേരത്തെ പിടിച്ച് നാണ്ടെ അമ്മ അതാ ഒരെണ്ണം വിത്തിന് കിടക്കുന്നമ്മ. അമ്മ ഇത് കണ്ടായിരുന്നോ? തേക്കുവാണോ? ആണ്ടേ നമ്മുടെ പയറൊക്കെ ആയി വന്നിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, നമുക്കൊരു തോരത്തിനൊക്കെ കാണുമായിരിക്കും ഇതൊക്കെ. ഇതെന്തോ മീൻ നടുന്നേ? കോവവള്ളി പാവി വെക്കുക. ഇതെവിടെ നടാനായിട്ട് നമുക്ക്? ഇവിടെ തന്നെ വെക്കുവന്നതോ വേറെ സൈഡിലൊക്കെ മാറ്റി? ഇങ്ങനെ എന്തിനാ വെക്കുന്നേ? തയ്യായി വരാനാണോ? തയ്യായി കിളിർത്ത് വരാനാ. കിളിർത്ത് വരാന്. മുളകും ഉണ്ടോ? ഒന്ന് നട്ടായിരുന്നു, അതോ എടുത്തില്ലേ? നേരെ മമ്മി ഇവിടെ കോവല് ഇത് നട്ട് വെക്കുവാണ്. ഇതെല്ലാം കിളിർത്ത് വരുമ്പോൾ നമുക്ക് പലയിടങ്ങളിൽ മാറ്റി നടാനാണ്. ഇത് നീളക്കോവയുടെ ഇല്ലയോ? വെള്ളം നിർത്തണം. നീ മണ്ണിട്ടിട്ട് വെള്ളം ഒഴിക്കുവാണോ ഇത്? ഇത് നമ്മുടെ ഇവിടെ ഒരു പയറ് പിടിച്ചിട്ടുണ്ട്, അങ്ങ് നിൽക്കുന്ന അതിൽ ഒരു പയർ പിടിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കുകയാണ് അതിന്. പിന്നെ ഇതിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും ഇനി അടുത്ത വീഡിയോസിലൊക്കെ. നമ്മൾ വേറൊരു സ്ഥലത്തു നിന്നാണെങ്കിൽ ഇതുപോലൊരു കോവൽ കൊണ്ടുവന്നു. പക്ഷേ കുഞ്ഞു കോവലാണെങ്കിലും വണ്ണമുള്ള കോവയ്ക്കാന്ന് പറഞ്ഞ് നമ്മളത് വീട്ടിൽ യൂസ് ചെയ്ത കോവയ്ക്കായിരുന്നു. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന് കഴിച്ചിട്ടുള്ള കോവയ്ക്കായിരുന്നു. അപ്പം അതിൻ്റെ വള്ളി കൊണ്ടുവന്ന് നമ്മളിവിടെ നട്ടതാ. പക്ഷെ വല്ലാത്തൊരു പണിയായിപ്പോയത്. ഞാനത് കാണിച്ചു തരാം. ആ കോവല് ഇത് നമ്മൾ പക്ഷെ പൂക്കുന്നുണ്ട്, കായൊക്കെ ആവുന്നുണ്ട്. പക്ഷേ നമുക്ക് അന്ന് കിട്ടിയ അത്രയൊന്നും താണ്ട. അതിൻ്റെ കണ്ടോ? ഇതെന്തിനു? ഓക്കെ, ഇത്രയേ ഉള്ളൂ, കാണാൻ പറ്റത്തില്ലല്ലേ? ആണ്ടേ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കായൊക്കെ. ആണ്ടേ ഇത് വല്ലാത്തൊരു പണിയായിപ്പോയി നമുക്ക്. അതുകൊണ്ട് നമ്മളിപ്പം വേറെ കോവലൊക്കെ നടുന്നത്. നമ്മൾ വെറുതെ നമ്മുടെ സമയത്ത് 3-4 കോവ നട്ടേക്കുക. അങ്ങനെ വലിയൊരു പണിയായിപ്പോയത്. ഇപ്പം വഴുതന വിളവെടുക്കാൻ പോവാണ്. മുമ്പേ നമ്മൾ 2-3 വഴുതന കണ്ടിച്ചുകൊണ്ട് പോയതാ. മുമ്പേ നമ്മൾ കണ്ടിച്ചുകൊണ്ട് പോയില്ലേ? 2 ഉള്ളൂ. 2 ആയാലും അതായാലും നമുക്ക് കിട്ടിയില്ലേ? അതായിട്ടില്ലെന്ന് തോന്നുന്നു. മറ്റേതായിട്ടുണ്ടോ? അത് മഞ്ഞ വരുന്നുണ്ട് അതിന്. ആയി കാണുമോ? ഞാൻ തോന്നുന്നു കണ്ടിട്ട്. അത് എടുക്കണ്ട, അത് വായുന്നേ ഉള്ളൂ. നമ്മൾ ഇത് വിത്തിനിട്ടേക്കുവാണ്. അപ്പം നമ്മൾ 3 വഴുതന കണ്ടിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇപ്പം കുറച്ച് കാര്യങ്ങൾ കുട്ടിയൊരു വ്ളോഗ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ചീര നട്ടത്, ഇപ്പോൾ കുറച്ച് ചീര നട്ട അത് ഞാൻ കാണിച്ചായിരുന്നു. അതുപോലെ നമ്മൾ കോവൽ നട്ട് വെച്ചിട്ടുണ്ട്. അതിനി കിളിച്ച് കഴിയുമ്പോൾ മാറ്റി നടണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് അപ്ഡേറ്റുകൾ, പയറിൻ്റെ അപ്ഡേറ്റുകളും, അതുപോലെ തന്നെ നമ്മൾ നട്ട വഴുതന, അത് 2-3 വഴുതന നമുക്ക് വിളവെടുക്കാൻ പറ്റി. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇനിയും ഉള്ള അപ്ഡേറ്റ്സുകൾ ഞാൻ ഇതുപോലെ വീഡിയോസായി ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.